നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ മിസ്സേ. According to Francis Bacon, in Of Parents and Children, what are the joys and griefs of parents? അതായത് ഫ്രാൻസിസ് ബേക്കന്റെ എസ്സേ ആണ് ഓഫ് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ. അപ്പൊ ഈ ഒരു എസ്സേയില് ചോദിച്ചിട്ടുള്ളത് എന്താണ്? അതിലെ ജോയ്സും ഗ്രീവ്സ് എന്താന്നുള്ളതാ. അതായത് കുട്ടികളുടെ ഇപ്പൊ ഒരു ടൈറ്റിൽ നോക്കിക്കേ, ഓഫ് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ. പാരന്റ്സും ഉണ്ട് ചിൽഡ്രൻസും ഉണ്ട്. അപ്പൊ ഈ ചിൽഡ്രന്റെ പുറത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ മേലിൽ ഈ പാരന്റ്സിന് ഉണ്ടാവുന്ന സന്തോഷങ്ങള്, ഗ്രീവ്സ്, സങ്കടങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് കുറെയൊക്കെ കൈന്നെടുത്ത് എഴുതാൻ പറ്റും. എങ്കിൽ പോലും ഈ പറയുന്ന വർക്കിനകത്തുള്ള കാര്യങ്ങൾ തന്നെ മേജർ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വർക്കിനകത്ത് ഇദ്ദേഹം ഈ ഒരു പാരന്റ്സിന്റെ ജോയ് ഒപ്പം തന്നെ ഗ്രിഫുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എപ്രകാരമാണ്? അപ്പൊ അതായത് ഇപ്പോ ഓരോ പാരന്റ്സിനും അറിയാലോ, കുട്ടികൾ വളർന്നു വരുന്നിടത്തോളം കാലം അവർക്കുള്ളിൽ ആ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടെന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് പാരന്റ്സിന്റെ ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അവരുടെ ആ ഒരു ഗ്രോത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് തന്നെയാണ് അല്ലെ മിസ്സേ. പക്ഷെ എപ്പോഴാണ് ഒരു ഗ്രിഫ് അവർക്ക് തോന്നുക? അതായത് ഭാവിയെ കുറിച്ച് വല്ലാണ്ട് അങ്ങോട്ടൊക്കെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ, സങ്കടങ്ങളും ഉണ്ടാവും എന്നുള്ളതാ അല്ലെ? അങ്ങനെ തന്നെയല്ല. ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ടാവും, പല പല പാരന്റ്സ് ഇതിനകത്ത് ഉണ്ടാവും, നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ഫ്രാൻസിസ് ബേക്കൺ, ഈ പാരന്റ്സിന്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ദുഃഖം എന്ന് പറയുന്നത് സീക്രട്ട് ആണ് എന്നുള്ളതാ. ഓക്കെ, സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്. ആ ഒരു വർക്കിനകത്ത് കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. നോട്ട് ചെയ്ത് വെക്കണം. കുട്ടികളുടെ കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ, ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് അവർക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, എന്തായാലും ഫീൽ ചെയ്യും. അത് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഫീൽ ചെയ്യും. പക്ഷെ എപ്പോഴാണ് ഈ ഒരു എന്താ പറയാ സങ്കടം വരിക? അവരുടെ സുരക്ഷ. അങ്ങനെ തന്നെയല്ലേ ഇപ്പത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പത്തെ കാലഘട്ടം എന്നല്ല എങ്കിൽ പോലും എന്താണ് ഒരു സുരക്ഷിതം അല്ലെങ്കിൽ സുരക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അല്ലെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അവരുടെ ആ ഒരു ഭാവി, സുരക്ഷ, ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഗ്രിഫ് എന്ന് പറയുന്ന തോട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭയം അല്ലെ, സങ്കടം എന്നതിലുപരി ഒരു ഭയം എന്ന് വേണം ഇപ്പൊ പറയാനായിട്ട്. അപ്പൊ പാരന്റ്സിന്റെ ആ ഒരു സങ്കടവും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഭയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഇതില് പറയുന്നത് എന്നുള്ളതാ. പിന്നെ പറയുന്നുണ്ട് ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്താണ്? ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ് അല്ലെ, ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓരോ കുഞ്ഞുങ്ങളും എന്താണ്? ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ് അല്ലെ. അപ്പൊ ഇത് പറയുന്നത് ഈ ഒരു അതേപോലെ തന്നെ ഒരു മിസറബിൾ കണ്ടീഷനാണ് പാരന്റ്സിനെ സംബന്ധിച്ച്. അതായത് ഒരു കുട്ടി വളർന്ന് ഒരു വലുതായി ഒരു നിലയിൽ എത്തുന്നത് വരെ എന്താണ് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിസറബിൾ എന്താ പറയാ ഒരു സങ്കടം, ഭയം, പേടി എല്ലാം ഉണ്ടാവുന്നുള്ളത്. സന്തോഷം ഉണ്ടാവും, അങ്ങനെയല്ല പറയുന്നത്. അവരുടെ ആ ഒരു സുരക്ഷ ആലോചിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ കൈൻഡ് ഓഫ് ഗ്രിഫ് തന്നെയാണെന്നുള്ളതാ. ക്ലിയർ ആണോ? ഇത് നമുക്ക് എന്താ റിയൽ ലൈഫിനോട് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. മിസ്സേ നല്ല ക്ലാസ് ആണെന്നൊക്കെ പറയുന്നത്. സഞ്ജിത താങ്ക് യു കേട്ടോ. നന്നായിട്ട് പഠിക്കാം. നാളെയാണ് നമുക്ക് എക്സാം. നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാ, പഠിക്കാം. നല്ല പോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഇതുവരെയുള്ളത് ഓക്കെ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ലൈക്ക് തന്നെ. വീണ്ടും ഉട്ടോപ്യ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഒഴിയാബാധയാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മാറി മാറി ചോദിക്കും. പിന്നെ ഇവർക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ, ഓർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടെ കവർ ചെയ്ത് പഠിച്ചു പോവാ അങ്ങനെയൊന്നും വേണ്ട, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ മിസ്സുമാര് പറഞ്ഞു സ്കിപ്പ് ചെയ്യാം, അതുകൊണ്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒന്നിലധികം സ്കിപ്പ് ചെയ്ത് പോവരുത് ദയവ് ചെയ്ത്. എന്ത് ചെയ്യാം, രണ്ടെണ്ണമൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പഠിക്കാനുള്ളതിൽ. അതായത് ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് കൂടുതൽ സമയം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് ഇനി സമയമില്ല, അങ്ങനെയാണെങ്കിൽ അറിയാത്ത വിഷയത്തിന്റെ പുറത്തിരുന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ യൂണിറ്റിന്റെ പുറത്തിരുന്ന് സമയം വേസ്റ്റ് ചെയ്യരുത്. രണ്ടെണ്ണമൊക്കെ സ്കിപ്പ് ചെയ്യാം. രണ്ടെണ്ണം നോട്ട് ചെയ്ത് വെക്കണം. രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാം. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. യെസ് മിസ് പറഞ്ഞോളൂ. Describe the key features of the utopian society as presented by Raphael Haitelode in Sir Thomas More Utopia. നമുക്കറിയാം തോമസ് മൂർ എന്ത് ചെയ്തിട്ടുണ്ട്, ഉട്ടോപ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തേക്കുവാണല്ലേ. അപ്പൊ ആ ഒരു സൊസൈറ്റിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് അവിടെയുള്ള ആൾക്കാർ, ഉട്ടോപ്യ എന്ന് പറയുന്ന സൊസൈറ്റിയിലെ ആൾക്കാർ എങ്ങനെയാണ്, അവരുടെ റിസോഴ്സുകളെല്ലാം അവർ ഷെയർ ചെയ്യും. എല്ലാം അവർ ഷെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല അവിടെ എന്താണ് എല്ലാവർക്കും ഓരോ പ്രൈവറ്റ്, നമ്മുടെ നാട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ. ഇവിടെ എന്താണ് ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇമാജിനറി
ആയിട്ടുള്ളൊരു ഐഡിയലൈസ്ഡ് സൊസൈറ്റിയാണ്. അത് നിങ്ങൾ മെൻഷൻ ചെയ്ത് പ്രത്യേകം പറയണം ഇമാജിനേറ്ററി ആണെന്നുള്ളത്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് തോമസ് മൂർ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് അവരാരും ഒരു പ്രോപ്പർട്ടീസും ഓൺ ചെയ്യുന്നുണ്ടാവില്ല. മാത്രമല്ല പണത്തിന് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. ആർക്കും അത് സമ്പാദിക്കണമെന്നോ അല്ലെങ്കിൽ കൂട്ടി വെക്കണമെന്നോ ആഗ്രഹമില്ല. ഇനി അവിടുത്തെ ഒരു ലിവിങ് ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫാമിലിയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഏകദേശം ഒരു 40 മെമ്പേഴ്സ് ഒക്കെ എങ്ങനെ ഈ ഒരു ഫാമിലിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവരെ ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു മെൻ ലീഡ് ചെയ്യാനും ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി അവരുടെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്? അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫാമേഴ്സ് ആണ് അവര് കൂടുതലായിട്ട് ഉണ്ടാവുക. മാത്രമല്ല ഇവര് ഒരു ദിവസം 6 മണിക്കൂറാണ് ഇവര് വർക്ക് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കാട്ടോ. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? there are few laws and no lawyers എന്നാ പറഞ്ഞിട്ടുള്ളത്. അവിടെ വലിയ നിയമങ്ങളോ അല്ലെങ്കിൽ ലോയേഴ്സ് ഒന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലോയേഴ്സ് അല്ലെ? അതെന്താണ്? നമ്മുടെ നാട്ടിൽ ക്രൈംസ് കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ ഉട്ടോപ്പിയയിൽ അതിന്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം അവിടെ ക്രൈംസ് ഇല്ല. കാരണം അതൊരു ഇമാജിനേഷൻ, നമുക്ക് ഇമാജിനേഷൻ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ മിസ്സേ. യാഥാർത്ഥ്യത്തിൽ നമുക്ക് ക്രൈംസ് ഉണ്ട് അല്ലെ? അത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പം മനസ്സിലാക്കേണ്ട ആ ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇമാജിനേഷൻ ആണെന്നുള്ളതാ. ഒരു ഐഡിയൽ വേൾഡ് ആണ് പറയുന്നത്. അഡൾട്ടറി അവിടെ ഒരു ക്രൈമാണ്. സോ അവിടെ സിവിയർ പണിഷ്മെന്റ്സ് ഉണ്ട്. സോ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഉട്ടോപ്പിയ എന്ന് പറയുന്ന സൊസൈറ്റിയിലെ ഫീച്ചേഴ്സ് ആയിട്ട് തോമസ് മൂർ നമുക്ക് മുന്നിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഉട്ടോപ്പിയ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഭാഗമാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്നത്. ഫീച്ചർ ചോദിച്ചു അല്ലെ? അതേപോലെ തന്നെ പല ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? പെട്ടെന്നൊന്ന് പറഞ്ഞേ. ക്ലിയർ ആണല്ലോ?